ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ സ്പെഷ്യൽ അങ്കമാലി മാങ്ങാക്കറി ഒതൻറ്റിക് സ്റ്റൈലിൽ നമുക്ക് എങ്ങനെയാണ് വെക്കണമെന്ന് നോക്കാം. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: 1.5 സവാള, ചതച്ച ഇഞ്ചി, ചെറിയൊരു കഷ്ണം, പിന്നെ ഒരു 5-6 പച്ചമുളക് നെടുകെ കീറിയത്, കറിവേപ്പില. എന്നിട്ട് പച്ചമാങ്ങ എനിക്ക് തന്നിട്ടുള്ളത് എൻ്റെ ഒരു അങ്കമാലിയിലുള്ളൊരു ഫ്രണ്ടാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് തന്നത്. അപ്പോൾ ഇതിൽ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം ചതച്ച് തന്നെ ഇഞ്ചി ചേർക്കണം, എന്നാലാണ് അതിൻ്റെ രുചി വരുള്ളൂ. അപ്പോൾ 2 തണ്ട് കറിവേപ്പില നന്നായിട്ട് പൊട്ടിച്ച് മുറിച്ച് തന്നെ ഇടണം, എന്നാലാണ് അതിൻ്റെ സ്മെല്ല് വരുള്ളൂ. കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മുറിച്ചിടുക. എന്നിട്ട് ഇതിലേക്ക് കല്ലുപ്പാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്, ഒരു ചെറിയ പിടി. ഇതിലേക്ക് നാച്ചുറൽ വിനാഗിരി ഞാനൊരു 1 അടപ്പ് ഒഴിച്ചിട്ടുണ്ട് ഇതിൽ. എന്നിട്ട് കോക്കനട്ട് ഓയിൽ 1/4 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. എരിവും കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി നിങ്ങൾക്ക് ചേർക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം വെച്ചിട്ട് കറി വെക്കുന്നതിന് മുന്നേ നമുക്ക് ഈ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ ഞെരടി എടുക്കാം. എല്ലാം നന്നായിട്ട് യോജിക്കണം, അപ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കണക്ക്. എന്നിട്ട് നമുക്കിതുപോലെ നന്നായിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് യോജിപ്പിക്കാം. ഇതിപ്പോൾ വീഡിയോ പിടിക്കണോണ്ടാണ് ഞാനിങ്ങനെ ഗ്ലൗസൊക്കെ ഇട്ടത്, അല്ലെങ്കിൽ നമുക്ക് ഗ്ലൗസൊന്നും ഇല്ലാതെ തന്നെ കൈ കൊണ്ട് നന്നായിട്ട് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ അമർത്തി നമുക്കിതൊരു 20 മിനിറ്റോ 30 മിനിറ്റോ ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം വയ്ക്കുക. എന്നിട്ട് തേങ്ങാപ്പാൽ 2 പാലാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ആദ്യം 1 കപ്പ് ചേർത്തു, പിന്നെ ഇതാ 2ാമത്തെ കപ്പും കൂടി ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. എത്രയാണോ നിങ്ങൾ മാങ്ങയുടെ അളവ് എടുക്കുന്നത് അതിനനുസരിച്ച് തേങ്ങാപ്പാൽ ചേർക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് അടുപ്പിലേക്ക് ഗ്യാസ് സ്റ്റൗ ഓൺ ആക്കിയതിന് ശേഷം വയ്ക്കുക. അതുപോലെ മൂടി വയ്ക്കാൻ ശ്രദ്ധിക്കുക, ചെറിയ സിമ്മിലിട്ട് വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇതിലേക്ക് ഒരു 100 ഗ്രാം ചുവന്നുള്ളി അരച്ച് ചേർത്തിട്ടുണ്ട്. തിള വന്നു, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 1 കപ്പ് 1-ാം പാൽ ഞാൻ ചേർത്തു. 1-ാം പാൽ ചേർത്തതിന് ശേഷം ഒരുപാട് തിളപ്പിക്കരുത്, ജസ്റ്റ് ചൂടാക്കാനേ പാടുള്ളൂ. ഇതിലേക്ക് ആവശ്യമായ താളിപ്പ് എന്താണെന്ന് വെച്ചാൽ കോക്കനട്ട് ഓയിൽ 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഫ്രൈ പാൻ ചൂടായതിന് ശേഷം ഇതിലേക്ക് കോക്കനട്ട് ഓയിൽ ചേർത്ത് നന്നായി ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ച ചുവന്നുള്ളി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. നന്നായി ചൂടായതിന് ശേഷം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ, അത് അല്ലെങ്കിൽ നന്നായിട്ട് എണ്ണ കുടിക്കും. അപ്പോൾ നമ്മളിതിൽ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം 1 തണ്ട് കറിവേപ്പില അതിലേക്ക് ചേർക്കാം. ഇതിങ്ങനെ നന്നായി ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കിതുപോലെ ഒന്ന് മൊരിയിച്ച് എടുക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു കളറിന് വേണ്ടി ചേർക്കാം. എന്നിട്ട് നമുക്ക് ഈ താളിപ്പ് ഈ കറിയിലേക്ക് ഇങ്ങനെ ചേർക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറി ഇതിലേക്ക് ഫ്രൈ പാനിൽ ചേർത്തിട്ട് നമുക്കിതുപോലെ കറിയാക്കി എടുക്കുക. എല്ലായിടത്തേക്കൊന്നും ഇതിൻ്റെ താളിപ്പൊന്ന് സ്പ്രെഡ് ചെയ്ത് വയ്ക്കാം. പിന്നെ ഒരുപാട് ഇതിട്ട് ഇളക്കരുത് തവി വെച്ച്. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചിറ്റിക്കാനേ പാടുള്ളൂ, ടവൽ വെച്ച് 2 കൈയിൽ ജസ്റ്റ് ഒന്ന് ചിറ്റിക്കാൻ പാടുള്ളൂ. എന്നിട്ട് 2 തണ്ട് കറിവേപ്പില, ഫ്രഷ് കറിവേപ്പില വെച്ച് നമുക്ക് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യാം.